റെക്കോർഡിംഗ് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെയും ഒക്കെ എല്ലാവരുടെയും സമയം പോയാലോ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വേനൽക്കാലം. ഇപ്പൊ സമ്മറാണ് അല്ലെ, സമ്മറാണ്. പക്ഷെ ചൂടാണോ അതോ ഇനി ചൂട് കൂടി വരൾച്ചയാണോ അതോ ഒരു മഴക്കാലത്ത് എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം. അതോടൊപ്പം തന്നെ വേനൽക്കാലം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങളും സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അവസാനം നമ്മളൊരു മെഡിറ്റേഷൻ, ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തു തരും. എന്തോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതാണോ? അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ആരെ അൺമ്യൂട്ട് ആക്കിയേക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? എല്ലാരും ക്യാമറ ഓൺ ആക്കി വെക്കുക. ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്ന എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ആയുർവേദത്തിൽ നമുക്ക് ദിനചര്യ, ഒരു ദിവസത്തെ ദിനചര്യ പറയുന്നതോടൊപ്പം ഋതുചര്യയും പറയുന്നുണ്ട്. അതായത് ഓരോ വർഷത്തിൽ ഓരോ പ്രകൃതിക്ക് അനുസരിച്ചിട്ട്, പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട്, ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, അതിൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഋതുചര്യ എന്ന് പറഞ്ഞിട്ട്, അതായത് 6 ഋതുക്കളാണുള്ളത്. ശിശിര, വസന്ത, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത എന്ന് പറഞ്ഞിട്ട് 6 ഋതുക്കളാണുള്ളത്. അതിലെ നമ്മുടെ സമ്മർ എന്ന് വെച്ചാൽ അത് ഗ്രീഷ്മ ഋതുവാണ്, ഈ വേനൽക്കാലം. അപ്പോൾ ഈ ഗ്രീഷ്മ ഋതുചര്യയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്രീഷ്മ ഋതുചര്യയിൽ നമുക്ക് എന്തൊക്കെയാ, ഗ്രീഷ്മ ഋതുവിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന അസുഖങ്ങള് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കൂടുതൽ എന്താ, ചൂട് കൂടിയിട്ടുള്ള ചൂടുകുരു പോലെയുള്ള ത്വക്ക് രോഗങ്ങൾ അല്ലെ. ഏറ്റവും കൂടുതൽ പൊങ്ങി വരുന്ന എപ്പോഴും എന്താ, ത്വക്ക് രോഗങ്ങളോ അല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് എന്തെങ്കിലും ആബ്സസ് ഒക്കെ പോലത്തെ രക്തദൂഷ്യം. രക്തദൂഷ്യം ആണെങ്കിൽ ഇതെല്ലാം കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന സ്കിന്നിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ സ്കിന്നിന്റെ സംരക്ഷണമാണ് അവിടെ ഒന്നാമതായിട്ട് വരുന്നത്. പിന്നെ എന്താ രണ്ടാമത് എന്താ വരിക, നമ്മുടെ മുടിയുടെ സംരക്ഷണം. പൊടി ഒരുപാട് അടിച്ചിട്ട് അല്ലെങ്കിൽ ആ ചൂടിന്റെ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് വെള്ളത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചില്. പിന്നെ എന്താ സംഭവിക്കുക, ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയി പോവുക, അല്ലെങ്കിൽ കഴിച്ച ആഹാരം ശരിയായ രീതിയിലാണോ ദഹിച്ചതെന്ന് മനസ്സിലാവുക, അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ വിശപ്പും പിത്തവൃത്തിയും കൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റാതായി പോവുക. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഗ്രീഷ്മ ഋതുവിൽ പ്രത്യേകിച്ച് കണ്ടുവരിക. അപ്പൊ നമ്മള് ശിരസിന്ന് തുടങ്ങുക. നമ്മുടെ ശിരസാണ് നമ്മുടെ ഉത്തമ അംഗം. അപ്പൊ ആ ശിരസിന്നാണ് ആദ്യമേ തന്നെ, സമ്മർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ ശിരസിന് കൊടുക്കുക. അപ്പോൾ തലയിൽ ആദ്യമേ തന്നെ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലത്തിൽ നിന്ന് തുടങ്ങുക. അപ്പൊ അത് വാദം കൂടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഗ്രീഷ്മ ഋതുവിൽ പൊതുവെ നമുക്ക് ആരോഗ്യം കുറഞ്ഞ ഋതുവാണ്. ഗ്രീഷ്മ ഋതു, വർഷ ഋതു എന്ന് പറയുന്ന 4 മാസക്കാലം ഏറ്റവും ആരോഗ്യം കുറഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു വാദദുഷ്ടിയും ഒരു പിത്തദുഷ്ടിയുമാണ് ഉണ്ടാവുക. അപ്പൊ ഇതിനെ തടയാനും ആരോഗ്യം നിലനിർത്താനും ഈ എണ്ണ തേച്ചുകുളി വളരെ പ്രധാനമാണ്. അപ്പൊ അത് നമ്മൾ തലയിൽ എണ്ണ തേക്കുക, തലയിൽ നിന്ന് ദേഹത്തേക്ക്, മുഖത്ത്, കൈകളിൽ, ദേഹം മുഴുവൻ കുഴമ്പ് തേച്ച് കുളിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ സാധാരണ മറ്റ് കർക്കിടകത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ വേനൽക്കാലത്ത് എണ്ണ തേച്ച് ഒരുപാട് സമയം ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എണ്ണ തേച്ച് കുളീനെ പറയുന്നത് സ്നേഹനം എന്നാണ്. അപ്പൊ ഈ സ്നേഹനത്തിന് ശേഷം വരുന്നത് സ്വേദനമാണ്, വേർപ്പിക്കലാണ്. അപ്പൊ നമ്മള് വേർപ്പിക്കൽ ചെയ്യാതെ തന്നെ തനിയെ വേർക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ ഗ്രീഷ്മ ഋതുവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എണ്ണ വെച്ചിരിക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു 20 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റ്, ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ, ആവറേജ് ഒരു 20 മിനിറ്റ് ഇരുന്നാൽ മതിയാകും. അത്ര സമയം ഇരുന്ന ശേഷം നല്ലപോലെ തല വേർക്കാതെ തന്നെ പോയി കുളിക്കുക. കുളിച്ച ശേഷം നല്ലപോലെ
തോർത്തി ഉണക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം തോർത്തി ഉണക്കിയില്ലെങ്കിലും അവിടെ വീണ്ടും വേർപ്പ് വരും, തലനീരിറക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്താ ഈ വേനൽക്കാലത്ത് തലനീരിറക്കമൊക്കെ വരുമോ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിന്റെ കാരണം ഇതാണ്, നമ്മൾ നന്നായി തല തോർത്തി ഉണക്കാതിരിക്കുമ്പോൾ അതിന്റെ മീതെ തല വേർക്കുകയും കൂടെ ചെയ്തിട്ട് ആ വേർപ്പ് ഇറങ്ങിയിട്ടാണ് ഈ നീരിറക്കം ഉണ്ടാവുക. അപ്പോ തല തോർത്തി ഉണക്കാൻ ആവശ്യമുണ്ടെങ്കിൽ രാസ്നാദി ചൂർണം നെറുകയിൽ തീരുമാനം കൂടെ ശ്രദ്ധിക്കാം. പിന്നെ തല കഴുകുമ്പോൾ നമ്മൾ എപ്പോഴും തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുപ്പ് ചൂടും ഇല്ലാത്ത വെള്ളം കൊണ്ട്, സാധാരണ വെള്ളം കൊണ്ട് തന്നെ തല കഴുകാൻ ശ്രമിക്കുക. കാരണം എന്താ, നമ്മുടെ തലയിൽ നമ്മുടെ മുഖം അല്ലെങ്കിൽ തല ഉത്തമാംഗം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും ഇതിൽ കവർ ചെയ്തല്ലോ അല്ലെ. നമ്മുടെ നേത്രം, ശ്രവണം അല്ലെ, മൂക്ക്, നാവ് എല്ലാം വന്നോടെ. അപ്പോ ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് എന്താ എപ്പോഴും നമ്മൾ എല്ലാ സമയവും വെയിലത്ത് ചൂടത്ത് നിൽക്കുവോ അല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് AC ഇരിക്കുവോ ഒന്നും അല്ലല്ലോ. സാധാരണ ഉള്ള കാലാവസ്ഥ എന്താണോ, നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്താണോ അതുമായിട്ട് യോജിച്ച് നമ്മൾ പോകാനാണ് ഈ ഗ്രീഷ്മ ഋതുവിൽ എപ്പോഴും നോക്കേണ്ടത്. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കുളിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനെയാണ് അത് പ്രത്യേകിച്ച് ബാധിക്കുക. കണ്ണിന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ നല്ല ചൂടാക്കിയ ഒരു ഗ്ലാസ് തീയിൽ വെച്ച് ചൂടാക്കിയെന്ന് വിചാരിക്കാം. ചൂടാക്കിയ ശേഷം അത് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക, നമ്മളൊക്കെ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. തീയിൽ കാണിച്ച ശേഷം ആ ഗ്ലാസ് വെള്ളത്തിലിട്ട് എന്താ സംഭവിക്കുക, പൊട്ടിപ്പോയില്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു മാറ്റമാണ് നമ്മുടെ കണ്ണിലും ഈ ഗ്രീഷ്മ ഋതുവിൽ സംഭവിക്കുക. നമ്മളത് വേണ്ട രീതിയിൽ, നമ്മൾ കുളിക്കുന്നതും നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും ഒക്കെ വേണ്ട രീതിയിലല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് എന്താ ശ്രദ്ധിക്കേണ്ട, കുളിക്കുമ്പോൾ മാത്രമല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രാവൽ ചെയ്യുമ്പോഴും ഒരുപാട് സമയം പുറത്തൊക്കെ നിന്നിട്ട് പെട്ടെന്ന് റൂമിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ കാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് AC ഓൺ ആക്കുമ്പോൾ ഇത് നമ്മുടെ കണ്ണിനെ ഇതേ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വന്നിട്ട് കണ്ണ് കഴുകുക, അപ്പൊ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കണ്ണ് കഴുകുക, പുറത്തുനിന്ന് കയറി വന്ന ഉടനെ തന്നെ കണ്ണ് കഴുകുകയൊക്കെ ചെയ്യുമ്പോഴും ഇത് നമ്മുടെ കണ്ണിനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഗ്ലാസ് ചൂടാക്കിയിട്ട് വെള്ളത്തിലിടുന്ന അതേ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് എപ്പോഴും ഒന്ന് സൂക്ഷിക്കുക. നമ്മൾ ആ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയ ശേഷം ആണോ ഇത് ചെയ്യുന്നത്. അപ്പൊ പുറത്തുനിന്ന് കയറി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ചു നേരം ഒന്ന് ഇരിക്കുക. ഒരു ഫാനിന്റെ കാറ്റൊക്കെ മതിയാവുമായിരിക്കും. അത് തന്നെ നേരെ ചോട്ടിലൊക്കെ പോയി ഇരിക്കാതെ കുറച്ചൊന്ന് ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്നതിന് ശേഷം പോയിട്ട് കണ്ണ് കഴുകുക, മുഖം കഴുകുക ഒക്കെ ചെയ്യുക, നേരെ പോയിട്ട് കഴുകാതെ. അതുപോലെ കുളിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ചൂടുവെള്ളത്തിൽ പതിവായി കുളിച്ച് ശീലിച്ചവരുണ്ടായിരിക്കും, വേനലാവുമ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർ തല കഴുകാൻ വേണ്ടിയിട്ട് സാധാരണ വെള്ളം ഉപയോഗിക്കുക, പ്രത്യേകിച്ച് മുഖം കഴുകാനും കണ്ണ് കഴുകാനും വേണ്ടി. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് എന്താ അറിയണ്ടേ, ആഹാരത്തിലേക്ക് വരുമ്പോ എന്താ ചെയ്യേണ്ടത്. ഗ്രീഷ്മ ഋതുവില് ഒരു പിത്തവാത ആധിക്യമുള്ള ഋതു ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെ. ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പൊ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള ഫ്രൂട്ട്, ഇപ്പൊ പഴമുണ്ട്, ഏത്തപ്പഴം ഉണ്ട്, ഇതൊക്കെ അതിൽ പെടുവോ. അതിനെക്കാട്ടിലും നമ്മൾ അതിൽ തന്നെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യുക. ഇപ്പൊ ഈ വാട്ടർ മെലൺ ഒക്കെ പോലെ, അതുപോലെ കുമ്പളങ്ങ ജ്യൂസ് ഒക്കെ കുടിക്കുമല്ലോ, കുമ്പളങ്ങ നീരെടുത്തൊക്കെ കുടിക്കില്ലേ, മാതള നാരങ്ങ, അതുപോലെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ജ്യൂസുകൾ അത് മാറി മാറിയാകാം. ഇളനീര് കുടിക്കാം. നമുക്ക് കുറച്ച് പിത്തവൃത്തി ഉണ്ട്, ആയുർജാഗ്രത ചെയ്ത കുറച്ചു പേര് ഉണ്ട് ഇവിടെ. അപ്പൊ അവർക്കിപ്പോ മനസ്സിലാവാൻ പറ്റുണ്ടാവും ഈ പിത്തവികൃതി ഉണ്ടോ പിത്തവൃത്തി ഉണ്ടോ. അങ്ങനെയൊക്കെ മനസ്സിലാവുന്നവർക്ക് കുറച്ച് ഇളനീരൊക്കെ കഴിച്ച് അത് ബാലൻസ് ചെയ്യാം. വാദവികൃതിയാണ് ഉള്ളതെങ്കിൽ അതനുസരിച്ച്, അതൊക്കെ നമ്മൾ ആയുർജാഗ്രതയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ കൂടുതലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ്, അതും അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസ്, ഇത് ഫ്രഷ് ആയിട്ടുള്ള കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിളും കൂടെ ABC ജ്യൂസ് എന്ന് പറയുമല്ലോ, അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം. ബീട്രൂട്ട് മാത്രമായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതിൻ്റെ അകത്ത് നെല്ലിക്ക വേണമെങ്കിൽ ചേർക്കാം, തേൻ വേണമെങ്കിൽ ചേർക്കാം. പഞ്ചസാര നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ വെള്ളം കുടിക്കുന്നത് എപ്പോഴും ആഹാരത്തിന്റെ ഒപ്പമുള്ള വെള്ളത്തിന്
പ്രിഫറൻസ് കൊടുക്കുക. നമ്മൾ വേറെ വെള്ളം കുടിക്കാതെ, ആഹാരത്തിന്റെ ഒപ്പമുള്ള വെള്ളം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മോര് അല്ലെങ്കിൽ രസം, ആ കറികളിലുള്ള വെള്ളം, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള കറികൾ ചേർത്തിട്ട് ആ വെള്ളത്തിന്റെ അളവാണ് നമ്മൾ കൂട്ടേണ്ടത്. വേറെ വെള്ളം കുടിക്കുകയല്ല വേണ്ടത്. വേറെ വെള്ളം നമ്മൾ എപ്പോഴും ഒരു അരമണിക്കൂറിന് ശേഷം കുടിക്കുക. ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ അരമണിക്കൂറിന് ശേഷമോ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കുക. മറ്റു സമയങ്ങളിൽ ഓരോ അരമണിക്കൂറും മിനിമം അരമണിക്കൂറെങ്കിലും നമ്മൾ നോക്കണം. അങ്ങനെയെങ്കിലും ശ്രദ്ധിച്ച് വെള്ളം കുടിച്ചല്ലോ എന്ന് ശ്രദ്ധിച്ച് വെള്ളം കുടിച്ച് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു 8:30 ഒക്കെ ആവുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിരിക്കുക. പിന്നെ നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് വെള്ളം കുടിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ദാഹിക്കുമ്പോൾ പലരും ചെയ്യുന്ന കാര്യമാണ്, ദാഹിക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അതിൽ അര ബോട്ടിൽ ചിലപ്പോൾ ഒരുമിച്ച് അങ്ങ് കുടിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് ഓരോ അരമണിക്കൂറിൽ, ഇപ്പൊ നമ്മളൊരു ചെടിയുടെ ചോട്ടിലാ വെള്ളം ഒഴിക്കണേന്നൊന്ന് വിചാരിച്ചു നോക്കാം. ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ മണ്ണിൽ ആ ചട്ടിയിൽ ഇരിക്കണ വെള്ളമല്ലേ അവിടെ ഇരിക്കുള്ളൂ, ബാക്കി എന്തായാലും പുറത്തേക്ക് തന്നെ പോകും അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാ നമ്മുടെ ശരീരം. ഇനി അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അരമണിക്കൂർ അതിൽ വന്നിരിക്കുന്ന വെള്ളം ഉണങ്ങാൻ ഇപ്പൊ 1 മണിക്കൂറാ വേണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ഉണങ്ങി പോവുമല്ലോ. അപ്പൊ അതിനെന്തായാലും ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മളും അതേ ചിന്തയിൽ തന്നെ, ഞാൻ വെള്ളം കുടിച്ചായിരുന്നു, 2 ലിറ്റർ വെള്ളം കുടിച്ചായിരുന്നു, അങ്ങനെ നിൽക്കാതെ ഇത് കറക്റ്റ് ആയിട്ട് ആണോ അത് കൊണ്ടുപോകുന്നതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അരമണിക്കൂർ ഗ്യാപ്പിലെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടാവണം. അത് ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുടിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ച് അഗ്നിമാന്ദ്യം വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സോ മറ്റു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിന്റെ മീതെ ഒരുപാട് വെള്ളം കുടിച്ച് അഗ്നിമാന്ദ്യം വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, വേണ്ട വെള്ളമാണോ കുടിക്കുന്നത്. പിന്നെ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ക്ലൈമറ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് തന്നെ ഇപ്പൊ വേനലാണെങ്കിലും കിട്ടും അല്ലെ, ഈ പറമ്പില് മുറ്റത്തൊക്കെ നിൽക്കുന്നുണ്ടാവും തഴുതാമ, അതുപോലെ ചെറുള, ഇതൊക്കെ പറിക്കാൻ കിട്ടും. ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഞെരിഞ്ഞില് വാങ്ങി ഞെരിഞ്ഞിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാം. ഇതൊക്കെ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുള്ളവർക്ക് അതിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ചിലപ്പോ ഒരു നല്ലൊരു സമ്മറിൽ നമ്മളൊരു കല്യാണത്തിന് പോയി, കുറച്ച് സ്ട്രെയിൻ ആയി, ഇത്തിരി വിയർപ്പ് കൂടുതലായി, ഫുഡ് കഴിച്ച് ഇത്തിരി ഒരു അസിഡിറ്റി ആയി, വെള്ളം വിചാരിച്ച പോലെ കുടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്ത് ദേഹത്തൊരു ചൂട് കൂടി കുറച്ച് സമയം ഇരിക്കേണ്ട വന്നു. ഇത്രയും മതിയായിരിക്കും അവർക്ക് ആ ഇത് ട്രിഗർ ചെയ്യാൻ, ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലാവാൻ. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്, ആ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം യൂറിനറി ഇൻഫെക്ഷൻ ആവാൻ വരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ ഈ ഞെരിഞ്ഞിലോ തഴുതാമയോ അല്ലെങ്കിൽ ചെറുപുളിയോ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ച് അത് വരുത്താതെ നോക്കുക. അതപ്പോ ചിലപ്പോൾ നമ്മൾ 2 or 3 ദിവസം ഒന്നങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറയാനുള്ളതേ ഉണ്ടാവുള്ളൂ, മാറാനുള്ളതേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ ചെയ്യേണ്ടത്, ആഹാരത്തിൽ എരിവിന്റെ അളവ്, ഉപ്പിന്റെ അളവൊക്കെ കുറച്ച് കുറയ്ക്കുക. എരിവ് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ചൂട് നമുക്ക് സ്വാഭാവികമായിട്ടും കൂടും അല്ലെ? ഉള്ളിൽ ചൂടും, ചൂടിന്റെ എഫക്റ്റ് സ്കിന്നിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ രോഗങ്ങളോ രക്തദൂഷണം അതുപോലെയുള്ള ഇൻഫെക്ഷൻസ്, അങ്ങനത്തെ അസുഖങ്ങളെല്ലാം കൂടാനുള്ള സാധ്യത പിന്നെയും കൂടും. അപ്പോൾ അച്ചാറൊക്കെ പോലെയുള്ള എരിവ് കൂടിയ, മസാല കൂടിയ, തീക്ഷ്ണമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മളൊന്ന് കുറയ്ക്കാം. ഇനി മൂന്നാമത്തേത് വിചാരം. ആഹാരമായി വിഹാരമായി, മൂന്നാമത്തെ വിചാരം അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ കണ്ടീഷൻസ്, മനസ്സ് നമ്മൾ എങ്ങനെ നിയന്ത്രിച്ചു വെക്കണോ എന്നുള്ളത്. അപ്പൊ സമ്മറിൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ നിയന്ത്രിക്കണം? നമ്മൾ കുറച്ച് സമാധാനപരമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാല് വല്ലാതെ ദേഷ്യം വരിക, അതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടുക, അതും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരുപാട് ചർച്ച ചെയ്യുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ദേഹത്തെ ഈ ഒരു രക്തദുഷ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഗ്രീഷ്മ ഋതുവിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് സംഭവിക്കും. നമുക്കൊരു ദേഹത്തുള്ള ചൂട് പിന്നെയും കൂടാൻ തുടങ്ങും. പുറത്ത് ഓൾറെഡി ചൂടാണ്, ദേഹത്തെ ചൂടും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യാം, സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ട സത്സംഗം എടുക്കുക, അല്ലെങ്കിൽ പ്രാണായാമവും മെഡിറ്റേഷനും
ക്രിയ ചെയ്യുക, സാധന ചെയ്യുക. അങ്ങനെ അതിലേക്ക് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം നമുക്ക് റെസ്റ്റ്ലെസ്നെസ് കൂടുതൽ വരാം. നമ്മൾ പലരെയും കണ്ടിട്ടില്ലേ, ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ മാനസിക പ്രശ്നങ്ങൾ, അസുഖങ്ങളല്ല, ചെറിയ ചെറിയ രീതിയിലുള്ള മെന്റൽ ഡിസ്റ്റർബൻസസ് ഉള്ള ആളുകൾ ഈ സമ്മർ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് കൂടുതൽ, കളിയാക്കിയാണെങ്കിലും ആളുകൾ പറയില്ലേ ചൂട് കൂടിയതിൻ്റെയാന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒന്ന് ഇത് കൂടി വരുന്നൊരു കാലഘട്ടമാണ് ഗ്രീഷ്മ ഋതു എന്ന് പറഞ്ഞത്. അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കാതെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ഓക്കെ ആണോ, ഞാൻ നാച്ചുറൽ ആയിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിൽ കുറച്ച് നെഗറ്റിവിറ്റീസ് കയറി വരുന്നുണ്ടോ, ഞാൻ കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുകയും അതിനെ ഒന്ന് ബാലൻസ് ചെയ്തോട്ട് പോവുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് സമ്മറിലേക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ പറഞ്ഞ ഭക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ, ഇളനീര് കുടിക്കുക, അതുപോലെയുള്ള വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ്, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെജിറ്റബിൾസ്. പിന്നെ നമ്മുടെ കറികളിൽ വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലാക്കുക. മോര്, നല്ല മോരാണെങ്കിൽ സംഭാരം ഉണ്ടാക്കി കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. തണുത്ത വെള്ളം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന വെള്ളത്തിനെക്കാട്ടിലും കൂജയില് മൺകുടത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അത് നാച്ചുറലായിട്ട് തണുത്ത് വരുന്നതും നമുക്ക് ആ റൂം ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നതാണല്ലോ, ബോഡി ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നതാണ് അത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും അതാ വേണ്ടത്. പിന്നെ നമ്മൾ പുറത്തു പോയിട്ട് യാത്ര ചെയ്തിട്ടൊക്കെ വന്ന് കഴിയുമ്പം പെട്ടെന്ന് തന്നെ AC ഇട്ടിട്ടിരിക്കുന്ന ശീലം, അല്ലെങ്കിൽ ആ വേർപ്പോട് കൂടി പോയി കുളിക്കുന്ന ശീലമൊക്കെ ഒഴിവാക്കുക, നമ്മുടെ കണ്ണിന്റെ ഹൃദയത്തിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് സ്ത്രീകളുടെ ആരോഗ്യത്തിലേക്ക് കടക്കാം. എത്ര ലിറ്റർ വെള്ളം കുടിക്കണ്ടേ? എത്ര ലിറ്റർ? ഒരാളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടിരിക്കും. നമുക്കൊരു 2.5 മുതൽ 3 ലിറ്റർ വരെ ഇത്ര മതിയാവും. 3 എന്നുള്ള ഇപ്പൊ സിജി ഒരു ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. 3 ലിറ്റർ ഒരു 1-2 ഗ്ലാസ് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഭക്ഷണത്തിലുള്ളത് നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളം എല്ലാം കൂടി ചേർത്തിട്ടാണ്. പിന്നെ നമ്മുടെ മലക്രിയ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ടോയ്ലറ്റിൽ പോകുന്നതും മൂത്രം പോകുന്നതും വേർപ്പും ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ കുളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടുകുരു, അങ്ങനെ ദേഹത്ത് ചൂട് കൂടുതലുള്ളവരാണെങ്കിൽ കുളിക്കുമ്പോൾ നമുക്ക് രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാം. രാമച്ചം അല്ലെങ്കിൽ നാൽപ്പാമരം ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാം, അത് നല്ലതാണ്. ഇനി ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പൊടി അടിച്ചിട്ട് പൊടിയുടെ അലർജി, തുമ്മല് പ്രശ്നങ്ങൾ വരും. അപ്പൊ അവർക്ക് അകത്ത് കഫം ഉണ്ടാവില്ല. എന്നാൽ ഈ തുമ്മലിന് ചിലപ്പോൾ ചില മരുന്നുകൾ, ചുക്കാപ്പി പോലെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് ചൂട് കൂടുകയും ചെയ്യും. അപ്പൊ സൂക്ഷിക്കുക. അപ്പൊ അതിന് നമുക്ക് പറ്റിയത് തുളസി ഇലയും പച്ചമഞ്ഞളും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക, ചുക്കിടാതെ. ചുക്ക് കാപ്പി വേണമെന്നില്ല അവിടെ. അല്ലെങ്കിൽ ഇതേ ചുക്ക് കാപ്പി തന്നെ നമുക്ക് പാലൊഴിച്ച് തിളപ്പിച്ച് കുടിക്കാം. കരിപ്പട്ടി ഇട്ടിട്ട് ചുക്ക് കാപ്പി പാലൊഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാവുന്നതാണ്. കാരണം അത് കഫം ഇല്ലാത്തൊരു ഇതായിരിക്കും. ചെറിയ മൂക്കിൽ മാത്രം ചെറിയൊരു കഫം വന്നിട്ടുള്ള ഒരു കഫത്തിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ കാര്യമായിട്ട് ഉണ്ടാവില്ല. പൊടി അടിച്ചിട്ട് വന്നേക്കുന്ന, നേരത്തെ അതിന് പ്രോണായിട്ടുള്ള, പലപ്പോഴും ഈ അസുഖം വരാറുള്ള ആൾക്കാരിൽ പൊടി അടിച്ചിട്ട് ഈ കാലാവസ്ഥയിൽ വരുന്ന ഒരു തുമ്മലോ ജലദോഷമോ അല്ലെങ്കിൽ ചുമയൊക്കെ ആയിരിക്കും. അപ്പൊ അതില് നമുക്ക് എപ്പോഴും ഒന്ന് ആവി പിടിക്കുക, അല്ലെങ്കിൽ ഈ ചുക്കാപ്പി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ആണല്ലോ. അപ്പൊ അത് ചിലപ്പോൾ വേണ്ടി വരില്ല. ഈ കാലാവസ്ഥയിൽ അങ്ങനെ ചെയ്യാതിരിക്കുവാണ് നല്ലത്. ആവി പിടിക്കുന്നതോ അല്ലെങ്കിൽ ചുക്കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നതോ ചെയ്യണമെങ്കിൽ തന്നെ കണ്ണൊക്കെ നന്നായി അടച്ചു വെച്ച ശേഷം വളരെ ലൈറ്റ് ആയിട്ട് മാത്രം ഒന്ന് ആവി പിടിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസമൊക്കെ ആവി പിടിക്കാതിരിക്കുക. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? കുഞ്ഞ് ഉണ്ട്, അപ്പൊ കുഞ്ഞിന്റെ മേത്തൊക്കെ ഇങ്ങനെ ഒരു 7-8 ദിവസം കുളിപ്പിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇങ്ങനെ കഫക്കെട്ട് പോലെ വന്നിട്ടെ, അപ്പൊ മുതുക് ഭാഗത്ത് മുഴുവനും ഇങ്ങനെ കുഞ്ഞു തരി പോലെ കുരുവാണ്. അപ്പൊ എന്ത് ചെയ്യും അതിന്? കുഞ്ഞു 2 വയസ്സാവണുള്ളൂ. 2 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ സമ്മറിൽ ചൂടുകുരു വന്നു, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. കുഞ്ഞിനെ എന്താ എണ്ണ തേപ്പിക്കുന്നത്?
അത് ഇപ്പൊ ഈ സെബാമഡിന്റെ ഒക്കെ ഓയിൽ ഉണ്ടല്ലോ ഡോക്ടർ, അതാണ് തേപ്പിക്കണത്. ഇപ്പൊ ഒന്നും തേപ്പിക്കണില്ല, അത് വയ്യാണ്ട്. മാറ്റിയിട്ട് അത് മാറ്റിയിട്ട് ഏലാതി കേരം തേപ്പിച്ച് കുളിപ്പിച്ചാ മതി. ഏലാതി കേരം. ഓ ഓ ഓ ഓ ഓ. അത് തേപ്പിച്ചാ മതിയല്ലേ? തലയിൽ നമ്മുടെ സാധാരണ വെന്ത വെളിച്ചെണ്ണ തേച്ചാലും മതിയല്ലോ? ഏലാതി കേരം തന്നെ തേപ്പിക്കാം. തലയിൽ തേക്കാം, ദേഹത്തും തേക്കാം. ഓ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഡോക്ടറെ, സൂചി ഗോതമ്പ് ചൂടാണോ കുറുക്കുണ്ടാക്കി കൊടുക്കാൻ? ഇല്ല, സൂചി ഗോതമ്പ് കുറുക്കുണ്ടാക്കി കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, നല്ലതാണ്. അല്ല, ചൂട് കൂടുവോ ശരീരത്തില്? ചൂട് കൂടില്ല, ചൂട് കുറയുള്ളൂ. ഓ ഓ അതിന്റെ ഓ. സ്വഭാവത്തിന് ചൂടാണ്, പക്ഷെ അതിനെ കൊണ്ട് ചൂട് കൂടത്തില്ല. വിദാഹി എന്ന് പറയുന്നത് വിദാഹി അല്ല. ദേഹത്ത് ചൂട് കൂടില്ല, അത് കഫക്കെട്ട് ഉണ്ടാക്കില്ല എന്നേ ഉള്ളൂ. കഴിക്കാവുന്നതാണ്. ഓക്കെ. ഡോക്ടർ, ഏത് ജ്യൂസിലും എന്താണ് തേന് കലക്കി മധുരത്തിന് പകരം തേനിടാം അല്ലേ? ഏത് ജ്യൂസിലും തേനിടാം. പിന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷനോ വാദപ്രകൃതി ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ തേനിന് പകരം ഉണക്കമുന്തിരിങ്ങ ഇടാം. അപ്പോഴും നമുക്ക് മധുരമായല്ലോ. ഉണക്കമുന്തിരി, ഈന്തപ്പഴം ഒക്കെ ഇടാം. എങ്ങനെ? കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ തേൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ചിലപ്പോൾ വയറുണങ്ങി ഒരു ബുദ്ധിമുട്ടായാലോ. റെഗുലർ ആയിട്ട് ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു നേച്ചർ ആയിട്ടുള്ളവര് ഡെയിലി കുറച്ച് ബുദ്ധിമുട്ടുള്ളവര് എന്ന് വെച്ചാൽ 5-6 ദിവസം കൂടുമ്പോൾ മാത്രം വയറ്റിൽ നിന്ന് പോയി ഒരു പ്രശ്നമായിട്ടിരിക്കുന്നവരല്ല. ഡെയിലി അവർക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കുവാണ് ടോയ്ലറ്റിൽ പോകാൻ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പോകുന്നില്ല കൃത്യമായിട്ട്, കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണ്, അങ്ങനെ ഒരു പ്രകൃതം ഉള്ളവരില് എന്താ തേൻ ചേർത്ത് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെയും ബുദ്ധിമുട്ടായാലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉണക്കമുന്തിരി ചേർത്ത് കഴിക്കാം. ഉണക്കമുന്തിരി, നെല്ലിക്കയൊക്കെ ചേർത്ത് കഴിക്കാം. അപ്പൊ പിത്തത്തിനും അത് നല്ലതാണ്. ദേഹത്ത് ചൂട് കൂടിയവരും ഇതേപോലെ തന്നെ ഉണക്കമുന്തിരിയും നെല്ലിക്കയും ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. പിത്തം കുറയാനും അപ്പൊ ഈ നല്ലത്. ഉണക്കമുന്തിരി ചൂടല്ലേ ഡോക്ടർ ഈ പിത്തത്തുകാർക്ക്? ഇല്ല, അത് ഈ ചൂടെന്ന് വെച്ചാലേ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിദാഹി എന്ന് പറഞ്ഞിട്ടൊരു ഗണമുണ്ട്. അത് മാത്രമാണ് ഈ ദേഹത്തെ ചൂട് കൂട്ടുക പ്രശ്നമാവുന്നുള്ളൂ. മറ്റേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള രസമുണ്ട്. പിത്തശാമകമാണ് ഉണക്കമുന്തിരി. പിന്നെ പിത്തം ഡേറ്റ്സും ചൂടല്ലേ? ഡേറ്റ്സും ചൂടാണ്, പക്ഷെ ഡേറ്റ്സും പിത്തത്തിന് നല്ലത് തന്നെയാണ്, വാദത്തിന് നല്ലതാണ്. ഓക്കെ. ചൂട് മാത്രം വെച്ചിട്ടല്ല പിത്തത്തിന് പ്രശ്നമാവുമെന്ന് നോക്കുക. പിത്തത്തിന്റെ മറ്റു ഗുണങ്ങളും ഉണ്ടല്ലോ. ഇതിന്റെ രസം, ഇപ്പൊ അതിന് മധുര രസം വന്നു, അപ്പൊ അവിടെ അത് കഫത്തെയാണ് അനുകൂലിക്കുന്നത്, പിത്തത്തെ കുറയ്ക്കുമായി. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ദഹിച്ചു കഴിഞ്ഞ് വരുമ്പോ അതിന് വിഭാഗം എന്ന് പറയും. അപ്പൊ ആ വിഭാഗം ഏത് വരുന്നു, അതിപ്പോ ഒരു കടു രസമാണ് അല്ലെങ്കിൽ ഒരു എരിവാണ് അവിടെ വരുന്നതെങ്കിൽ അത് പിത്തത്തെ കൂട്ടുന്നതായി, അല്ലെങ്കിൽ ഒരു കയ്പാണ് വരുന്നതെങ്കിൽ അത് വാദത്തെ കൂട്ടുന്നതായി. അങ്ങനെ അതിന്റെ 20 ഗുണങ്ങളുണ്ട്. 20 ഗുണങ്ങളും വെച്ചിട്ടാണ് ഇന്ന വസ്തു ഇന്നതിന് നല്ലതാണ് എന്ന് നമ്മൾ പറയാം. ഇത് മുഴുവൻ നോക്കിയിട്ടാണ് ത്രിഫല 3 ദോഷങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ്. ഡോക്ടർ, നമ്മളുടെ ഗുരുജിയുടെ കിട്ടിയിട്ടില്ല, വൈദ്യരത്നത്തിന്റെ ഒക്കെയാണ് ഗുളിക, അത് ടാബ്ലറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അത് കഴിക്കാലോ അല്ലെ? ത്രിഫലയുടെ ഒക്കെ ത്രിഫല ടാബ്ലറ്റ് മറ്റുള്ളവരുടെ ഒക്കെ ആണെങ്കിൽ ഞാൻ ത്രിഫല ചൂർണം വാങ്ങാനേ പറയുള്ളൂ കേട്ടോ. നമ്മുടെ ഗുരുജിയുടേതാണ് ത്രിഫല ടാബ്ലറ്റ് നല്ലത്. വേറെ ആരുടെയും കിട്ടുവാണെങ്കിൽ ത്രിഫല ചൂർണമായിരിക്കും ഭേദം. കേരളത്തിലെ കമ്പനികളല്ലേ അതെല്ലാം. വൈദ്യരത്നം നല്ല ബ്രാൻഡ് അല്ലേ? ആരുടെ ആണെങ്കിലും അങ്ങനെ എനിക്ക് പറയാൻ പാടില്ലല്ലോ. ആരുടെ ആണെങ്കിലും ത്രിഫല ചൂർണം വാങ്ങുന്നതാവും നല്ലത്. നമ്മുടെ ശ്രീ തത്വയുടെ ടാബ്ലറ്റ് ആണെങ്കിൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള പ്രിപ്പറേഷൻസും കേരളത്തിനകത്തുള്ള പ്രിപ്പറേഷൻസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ കേരളത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ ചൂർണം തന്നെയാണ് നല്ലത്. ത്രിഫല ചൂർണമാണ് ക്ലാസിക്കൽ എപ്പോഴും. പിന്നെ അതിന് ആളുകളുടെ സൗകര്യപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടാബ്ലറ്റും ബാക്കിയെല്ലാം. അത് നമ്മളുടെ കിട്ടാനും അത്ര ഭയങ്കര ടാബ്ലറ്റ് കിട്ടുന്നില്ല ഇവിടെ. ശ്രീ തത്വയുടെ കുറച്ച് ബുദ്ധിമുട്ട്. പാലക്കാട് കിട്ടാൻ അവിടെ ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലേ, കൊണ്ടുവന്ന് തരുമല്ലോ. അതെ,
അന്വേഷിക്കണം. വേറെ ആള് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അത് ഇല്ലാന്ന് പറഞ്ഞേ, ഇത് മാത്രമേ അന്വേഷിക്കാം ഡോക്ടർ. ആയുർജാഗ്രതയുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാ മതി, ഞാൻ അതില് ഷെയർ ചെയ്ത് തരാം നമ്പർ. ആ ആ അപ്പൊ ഇനി നമുക്ക് സ്ത്രീകളുടെ ആരോഗ്യത്തിലേക്ക് ഒന്ന് കടന്നാലോ. അതായത് സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ല, ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. UTI, യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ ഹെയർ ഫോൾ, പിന്നെ കണ്ണിന്റെ കുറച്ച് സംരക്ഷണം, പിന്നെ സ്കിന്നിന്റെ സംരക്ഷണം, ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ചൊന്ന് കൂടി വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ സമ്മർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗ്രീഷ്മ ഋതു എന്ന് വെച്ചാല്. അതുപോലെ തന്നെ മെനോപോസ്, നമ്മൾ മെനാർക്കി അതിൽ വരുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ആദ്യമായിട്ട് ഒരു പീരിയഡ്സ് ആകുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിലും അത് അത്ര പ്രസക്തമല്ല. കാരണം അത് ചിലപ്പോ ഒരു പ്രാവശ്യം ഒരു പീരിയഡ്സ് വന്നു, ചിലപ്പോ ഇനി അടുത്ത 1.5 മാസം 2 മാസം 3 മാസം കഴിഞ്ഞായിരിക്കും തുടക്കം പിള്ളേർക്ക് ആയി വരിക. അപ്പൊ അതൊരു ജനറൽ അവരുടെ ഹെൽത്ത് എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതിനനുസരിച്ചിരിക്കും. സമ്മറായിട്ട് പ്രത്യേകിച്ച് കണക്റ്റഡ് അല്ല, നമുക്ക് വേറൊരു സമയത്ത് സംസാരിക്കാം. ഈ സമ്മർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെനോപോസ് ആണ്. പീരിയഡ്സ് നിൽക്കുന്ന കാലഘട്ടത്തിലുള്ളവര്, അതായത് ഒരു 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ് കൂടുതൽ. ഇപ്പൊ നിൽക്കാൻ ചിലപ്പോൾ 2-3 വർഷമായിരിക്കും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ നിന്നതിന്റെ ലക്ഷണങ്ങളെങ്കിലും, ഈ ഒരു 2 ഡെക്കേഡ്, ഒരു 40 to 60, അതില് ഇതിൻ്റെതായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് പല രീതിയിലും കുറച്ചായിട്ടൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ അത് നമ്മൾ ഈ സമ്മറിലൊക്കെ ആയിരിക്കും കുറച്ച് മൂഡ് സ്വിങ്സ്, അതായത് ഉറക്കം ചിലപ്പോൾ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ടെൻഷൻ പെട്ടെന്ന് അടിക്കാം. ഇത്തരം ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നതാണ് ഈ ഗ്രീഷ്മ ഋതു. അപ്പോൾ ആ സമയത്ത് മെനോപോസിന്റെ ഒരു ഏജും കൂടെ ആണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം, സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞ്, ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യുമൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും എന്നെ പറയുകയൊന്നും ചെയ്യരുത്, എനിക്ക് സങ്കടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ TV-യിൽ നിറച്ച് കേട്ടോണ്ടിരിക്കുന്നില്ലേ, നമ്മുടെ സത്യഭാമ ടീച്ചറുടെ ഒരു എന്താ പ്രഭാഷണോ പ്രഹസനോ എന്തോ, അത് വാസ്തവത്തിൽ ഇതാണ്. ഈ ചൂടിളകിയപ്പോ അവർക്ക് ഇളകി, അതാണ് വാസ്തവം. അവർക്ക് അവരുടെ ഒരു സ്വതവേ ഉള്ള ബോധത്തിൽ അവർക്ക് എന്താ പറയാ, അവർ നാച്ചുറലായിട്ട് പ്രതികരിച്ചു പോയി. പക്ഷെ വാക്കുകളുടെ മുകളിലുള്ളൊരു കൺട്രോൾ അവർക്ക് കിട്ടാണ്ടായി പോയതിന്റെ കാരണം ഇത് തന്നെയാ, ഈ കാലാവസ്ഥയും അവരുടെ ഒരു ഹോർമോണൽ ഇംബാലൻസും. അവർക്ക് 66 വയസ്സായി എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർ അതിനെക്കാട്ടിൽ ഒരുപാട് യങ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം അവരുടെ ഹോർമോൺസ് ഇപ്പോഴും ഉണ്ട്, ഹോർമോൺസ് ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതിന്റെ എഫക്റ്റും അവരുടെ ബോഡിയിലും ഉണ്ട്. ബോഡിയിൽ മാത്രം, കാരണം ഒരു ഡാൻസർ ആണ്, അപ്പൊ ആ ഭാവത്തിൽ സ്ത്രീ ഭാവത്തിൽ അവരുണ്ട്. അതുകൊണ്ട് അവരുടെ ഹോർമോൺസ് അവിടെ നല്ല രീതിയിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് ആ മൂഡ് സ്വിങ്സും അവരെ ബാധിച്ചത്. അപ്പൊ അവരുടെ ഒരുപാട് കാലത്തെ ഫ്രസ്ട്രേഷൻസോ പറയാൻ പറ്റാത്തതോ എന്തൊക്കെയോ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒരു സമയത്ത് അങ്ങോട്ട് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരവിടെ സ്റ്റേബിൾ അല്ലാത്തൊരു സാഹചര്യമാണ്. അത് അവരുടെ ഹോർമോണൽ ഇംബാലൻസും ഈ സമ്മറിന്റെ ഇൻഫ്ലുവൻസും ആണ്. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇപ്പൊ തന്നെ നടന്നത് അല്ലെ, ഈ ബലം കുറഞ്ഞ ഋതുവിൽ തന്നെ അത് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു 2-3 മാസം മുന്നേ ചിലപ്പോൾ ട്രിഗർ ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും, അവരവിടെ ചിലപ്പോൾ മിണ്ടായിരുന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിരുന്നു, കുഴപ്പമില്ല, അന്ന് ചിലപ്പോൾ അവർ കുറച്ച് ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ട് അവരത് ഹാൻഡിൽ ചെയ്ത് വന്നു. പക്ഷെ ഈ സമയത്ത് അവരുടെ കഷ്ടകാലത്തിന് അവരന്ന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അവരുടെ സാത്വിക ബലമൊന്നും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ടാവത്തില്ല. രണ്ടും കൂടെ ആയപ്പോ അവിടെ പ്രശ്നമായി. നമ്മൾ പുറമേന്ന് അത് മനസ്സിലാക്കി ആയുർജാഗ്രതയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ എല്ലാരും പാവാണ്, എല്ലാരും നിഷ്കളങ്കരാണ്. ഇങ്ങനെ കുറെ പുറമേന്നുള്ള കുറെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ പലതും സംഭവിക്കുന്നത്. അതിന് ഇത്രയും നമ്മൾ കീറി കുറിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു നല്ല മനോഭാവത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ശരിയല്ലേ? ആർക്കെങ്കിലും അത് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ തോന്നുന്നില്ലേ, ശരി അത്രേ ഉള്ളൂ കാര്യം, നമുക്കും ഇതേപോലെയൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്നും അങ്ങനെ എന്താ പറയാ, കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അത് മുഴുവൻ കേൾക്കേണ്ട ചെവികളിലേക്കൊന്നും അല്ല ഇതൊക്കെ പറയുന്നത് അല്ലേ? അതുകൊണ്ട് ഇത്രയും വലിയ വിവാദമൊന്നും ആവാറില്ല നമ്മുടെ പറച്ചിലൊക്കെ. ഞാൻ ഇന്ന് രാവിലെ എന്റെ അച്ഛനോട് പറഞ്ഞോളൂ, അച്ഛൻ ചില സമയത്ത് പറയുന്ന പോലെ എന്തോ ഈ ലേഡി വെച്ചിട്ട് പറഞ്ഞു പോയതാ, പണി പാളിപ്പോയി. അത്രയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആയുർ ജാഗൃതി എന്ന് പറഞ്ഞ് ഗുരുദേവ് ഡിസൈൻ ചെയ്തൊരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു ശില്പശാല ഒരു
കോഴ്സ് വരുന്നുണ്ട്. നമ്മുടെ പെസഹ വ്യാഴത്തിന്റെ അന്ന് മുതൽ 4 ദിവസത്തേക്ക് വൈകിട്ട് ഓൺലൈൻ ആയിട്ടാണ് 7 മണി മുതൽ 9 മണി വരെയാണ് ഉള്ളത്. അതിനുശേഷം അതിന് 2 ഫോളോ അപ്പ് ഉണ്ടാവും. ചെയ്ത കുറച്ചുപേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ആ രീതിയിൽ അത് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെ മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നമ്മുടെ സംയമനം വിട്ടുപോകാതെ എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സാണത്. അപ്പോ എല്ലാവരും ആയുർജാഗ്രതി അറ്റൻഡ് ചെയ്യാം. ഡോക്ടർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സ്വതവേ തന്നെ ഈ പീരീഡ്സ് ആവുമ്പം കിടക്കുക, ക്ഷീണമാ, ഭയങ്കര ക്ഷീണം, അത് ഈ ചൂടുകാലത്ത് അപ്പം കൂടുവോ? സ്വതവേ തന്നെ കൂടും. കാരണം ഞാൻ പറഞ്ഞില്ലേ 2 ഋതുക്കളാണ് നമുക്ക് ബലം കുറവ്. അതായത് 6 ഋതുക്കളില് 2 ഋതുക്കളിൽ നമുക്ക് വളരെ ആരോഗ്യമുള്ളതും ഇനി 2 ഋതുക്കളിൽ നമുക്ക് ആരോഗ്യം അത്യാവശ്യം മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നതും, അവസാനത്തെ 2 ഋതുക്കളിൽ ഏറ്റവും ആരോഗ്യം മോശമാവുന്നതാണ്. ആ മോശമാകുന്ന ഋതുവാണ് ഈ ഗ്രീഷ്മ ഋതുവും ഇതിന് ശേഷം വരുന്ന വർഷ ഋതുവും. ഈ 4 മാസം നമുക്കിനി ചിങ്ങം വരെ ആരോഗ്യം കുറവാണ്. ഒരു ശിവരാത്രി കഴിഞ്ഞ ഓണം വരെ ആ ക്ഷീണം ഇനിയും കൂടുകയാണോ ചെയ്യുക? അതാണ് എന്റെ ചോദ്യം. കൂടിക്കോളണമെന്നില്ല. ഒരു ക്ഷീണം ഇപ്പൊ ബാധിച്ചല്ലോ, ഈ ക്ഷീണം പെർസിസ്റ്റ് ചെയ്യും. ഇത് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. കുറച്ച് നമ്മൾ അതിന് അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു കുട ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെയിൽ കൊള്ളാതിരിക്കാൻ മാക്സിമം നോക്കുക. സൺസ്ക്രീനോ അല്ലെങ്കിൽ വൈകുന്നേരം വന്ന ശേഷം ദിനേശ ഏലാദി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എണ്ണയുണ്ട്, ദിനേശ ഏലാദി കേരം, ഇതിന് വേണ്ടിയിട്ടുള്ളതാ. സൺസ്ട്രോക്ക് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലമാക്കുക. കുറച്ചാണെങ്കിലും പുരട്ടിയാൽ മതി. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും ജ്യൂസ്, ഇളനീരും ഫ്രഷ് വെജിറ്റബിൾസും, ജ്യൂസ് കൂടുതലുള്ള വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കുക. ആഹാരത്തിൽ തന്നെ വെള്ളത്തിന്റെ അംശം കൂട്ടിയെടുക്കുക. പിന്നെ ഇന്റർമീഡിയന്റ് ആയിട്ട് വെള്ളം കുടിച്ചോണ്ടേയിരിക്കുക. അത് റെഗുലർ ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് പോകത്തക്ക രീതിയിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ എണ്ണ തേച്ച് കുളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രാത്രി ഉറക്കം ശരിയാവും. ഇല്ലെങ്കിൽ സമ്മറിൽ ഈ ഉറക്കം പോയിട്ടാണ് നമുക്ക് പലപ്പോഴും പ്രശ്നമാവുക. വിചാരിച്ച പോലെ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോഴും ഇപ്പൊ പറഞ്ഞ ഈ മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് നമ്മൾ വരുമല്ലോ. അപ്പൊ അത് ഈ ചൂട് കൂടിയ കാലാവസ്ഥയിലാവുമ്പോൾ അത് പെട്ടെന്നായിരിക്കും. പല രീതിയിലാണ്. ചൂട് കൂടിയത് കാരണം നമ്മുടെ മനസ്സിനെ ബാധിക്കും. ചൂട് കൂടിയിട്ട് ഉറങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുകയും ചെയ്യും. പിന്നെ മാനസിക പിരിമുറുക്കം കാരണം അത് ഉറക്കം കളയുകയും ചെയ്യും. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. മാനസിക പിരിമുറുക്കം മാത്രമല്ല, ശരീരത്തിന്റെ അവസ്ഥയും എല്ലാം വരും അതിൽ. ഇതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇനി നമ്മൾ 2 മാസം 1.5 മാസം കഴിയുമ്പോൾ നമ്മൾ വർഷകാലചര്യയുടെ ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ആ സമയത്ത് ഇത് പഠിക്കാം. വേനലിൽ മാറിക്കഴിഞ്ഞ് അന്നേരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ മഴക്കാലത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അന്നേരം പഠിക്കാം അല്ലെ. ഇപ്പൊ ഡോക്ടറെ സമ്മറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഈ കണ്ണിലുണ്ടല്ലോ ഡോക്ടറെ ഭയങ്കര ചോദിച്ചോ. ചൊറിച്ചിലാണ്, ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലാണ് ഈ ഇടയായിട്ട്. എപ്പോഴും ഇങ്ങനെ കണ്ണ് തിരുമാനുള്ള ഒരു ടെൻഡൻസിയാണ്, ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ്. എവിടെ ചൊറിയുന്നേ? എനിക്ക് തിരിഞ്ഞില്ല. എവിടെ ചൊറിയുന്നേ? കഴുത്തോ? കണ്ണ്, 2 കണ്ണുകളിലും ചൊറിച്ചില്. ഓ, AC ഉപയോഗിക്കുന്നുണ്ടോ? AC ഓഫീസിലിരിക്കുമ്പോ ഉണ്ട്, AC ഉണ്ട്. AC കൂടിപ്പോയാൽ ഇതുപോലെ സംഭവിക്കും. കണ്ണ് ഡ്രൈ ആയിട്ട് ഇതുപോലെ ചൊറിച്ചിലുണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യും ഡോക്ടറെ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെമഡി? കാരണം ഭയങ്കര ചൊറിച്ചിലാ. AC കുറച്ചിടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കണ്ണാടി എന്തെങ്കിലും ഒരു കണ്ണട എന്തെങ്കിലും വെക്കുക. പിന്നെ ചെയ്യാവുന്നത് നമുക്ക് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനേത്ര ഐ ഡ്രോപ്സ് ഉണ്ടല്ലോ, നമ്മുടെ ശ്രീ തത്വയുടെ ശ്രീനേത്ര ഐ ഡ്രോപ്സ് ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുക. എന്നുവെച്ചാൽ ഒരു 3 നേരം ഒഴിക്കുക. രാവിലെ ഒരു തുള്ളി ഒഴിക്കുക, ഉച്ചയ്ക്ക് ഒരു തുള്ളി ഒഴിക്കുക, വൈകിട്ട് ഒഴിക്കുക. ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് 12 മണിക്കൊന്നും അല്ല കേട്ടോ. ഒന്നുകിൽ ഒരു 11 മണിക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ഒഴിക്കുക.
ഓ ഓ ഓ പിന്നെ ഓ ഐ ഡ്രോപ്സ് ഒഴിക്കും. ഐ ഡ്രോപ്സ് എല്ലാവർക്കും ഒഴിക്കാം കേട്ടോ സമ്മറിൽ. പക്ഷെ ഐ ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് കയ്യിൽ എരിവോ അങ്ങനത്തതൊന്നും കണ്ണിന്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കണം. കാരണം ഈ ഗ്രീഷ്മ ഋതുവിലാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഓ ഓ ഇത് ഡ്രൈനെസ് കൊണ്ടാണല്ലോ ഡോക്ടറെ മെയിൻ ആയിട്ട് കണ്ണിൽ ചൊറിച്ചിൽ വരുന്നത്? ഡ്രൈനസ് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ആ ചൊറിച്ചിൽ അതൊന്ന് എന്ന് വെച്ചാൽ നമ്മൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ അത് കുറച്ച് വെറ്റാവും ഇല്ലേ, ഒരു തുള്ളി കണ്ണീരെങ്കിലും അന്നേരം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയാണത്, ആ ചൊറിഞ്ഞതൊന്ന് ഇതാക്കുക എന്നുള്ളത്. ഡ്രൈനസ് ആണ് അത് AC ഇട്ട് ഇരിക്കുമ്പോ സംഭവിക്കുന്നതാ. ചിലർക്ക് അത് നീറ്റലായിരിക്കും. നമ്മുടെ പ്രകൃതി ഏതാണോ അതനുസരിച്ചിട്ട് നീറ്റലായിരിക്കും. ചിലർക്ക് നീറ്റലായിരിക്കില്ല, ചൊറിച്ചിലായിരിക്കും. ചൊറിച്ചില് നീറ്റല് എന്ന് പറയുമ്പോ ഈ ആവി പോലെ കണ്ണിൽ, അത് സ്ഥിരം എസ്പെഷ്യലി നമ്മുടെ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോ ഒക്കെ ഉണ്ട് കണ്ണിനെ ഒരു ആവി പോലെ ഇങ്ങനെ വരുന്ന ഒരു വിഷയം. കുറച്ചു നേരം കഴിഞ്ഞാൽ നോക്കാൻ വയ്യ. അത് സ്ട്രെയിൻ, അത് ഡ്രൈ ആയിട്ടല്ല, അത് ഐ സ്ട്രെയിൻ ആയിട്ടാ. അപ്പൊ അതിന് തർപ്പണം ചെയ്യണം, നേത്ര തർപ്പണം ചെയ്ത് അത് ക്ലിയർ ആക്കി എടുക്കണം. ത്രിഫല ഇട്ട വെള്ളം കൊണ്ട് കണ്ണ് കഴുകുകയൊക്കെ ചെയ്യാം. ത്രിഫല ചൂർണം വെറുതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അങ്ങ് തിളപ്പിക്കുക. എന്നിട്ട് അത് ആറാൻ വെക്കുക. ആറിക്കഴിയുമ്പോൾ ഒരു തുണിയിൽ അരിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക. പലതവണ കണ്ണ് കഴുകുക. അല്ലെങ്കിൽ തലയിൽ ത്രിഫലാധികേരോ നമ്മുടെ ബ്രഹ്മി ഭൃംഗരാജ തൈലോ ഒക്കെ തലയെ തേച്ച് കുളിച്ച് തല തണുപ്പിച്ച് കൊണ്ടുവരാം കുറച്ച് ദിവസം കൊണ്ട്. ഇതിലൊന്നും ആയിട്ടില്ലെങ്കിൽ നേത്ര തർപ്പണം ചെയ്യുക. കണ്ണില് ഇങ്ങനെ ഒരു തളം പോലെ വെച്ചിട്ട് അതില് നെയ്യ് നിർത്തുന്ന ഒരു ചികിത്സയാണ് നേത്ര തർപ്പണം. അങ്ങനെ തർപ്പണം ചെയ്ത് ശരിയാക്കി എടുത്താൽ മാറും. ഈ ത്രിഫലയും കൊണ്ടുള്ള തിളപ്പിച്ചിട്ട് അത് എന്താണ് അരിച്ചിട്ട് ആ വെള്ളം കഴുകണം പറഞ്ഞാൽ അത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം? ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം? കണ്ണ് കഴുകുന്നതാണോ? ആ കണ്ണ് കഴുകുന്ന ഒന്ന് രാവിലെ ചെയ്യാം. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം വൈകിട്ട് കൂടെ ചെയ്യാം. കിടക്കുന്നതിന് മുന്നേ ചെയ്യാം. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മതി. ഇല്ലെങ്കിൽ ഒരു നേരം രാവിലെ മാത്രം ചെയ്താൽ മതി. 1 ടീസ്പൂണൊക്കെ ത്രിഫല ചൂർണം മതിയോ? ധാരാളം മതി, ധാരാളം മതി. കണ്ണ് കഴുകാൻ നമ്മള് നോർമലായിട്ട് ഇരിക്കുന്നവർക്ക് അത് ധാരാളം മതി. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ മതി അല്ലേ? മതി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാലും മതി. ഇത് ഇടണമെന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല റോസയൊക്കെ ഉണ്ടെങ്കിൽ, റോസാപ്പൂ, പനിനീർ റോസയൊക്കെ ഉണ്ടെങ്കിൽ ആ പൂക്കൾ ഇട്ടിട്ട് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിറ്റേ ദിവസം ആ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് കണ്ണ് കഴുകാം. കണ്ണ് മുഖമൊക്കെ കഴുകാം. പിന്നെ നമ്മളുടെ ശ്രീ തത്വയിൽ റോസ് വാട്ടർ കിട്ടുന്നില്ലേ, ഗുലാബി ജൽ, അത് കണ്ണില് അത് ആക്ച്വലി അത് എന്തിനുള്ളതാ ഡോക്ടർ? ഞാൻ എപ്പോഴും വിചാരിക്കും അതിൽ കിട്ടുന്നത് കണ്ണിലേക്കല്ല. കോസ്മെറ്റിക് അല്ലേ, നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാ, കോസ്മെറ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ. സ്പ്രേ ചെയ്യൂലേ ഇങ്ങനെ ഫേസിൽ. നമ്മള് ഇപ്പൊ എന്താ വൈകിട്ട് വന്നു കഴിയുമ്പോ മുഖത്ത് കുറച്ച് അഴുക്കായി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകാനല്ലേ പറയാ. അപ്പൊ മുഖം കഴുകി കഴിയുമ്പോ ഒന്ന് പഴയ അവസ്ഥയിലാക്കി എടുക്കാൻ വേണ്ടി ഒരു മുഖ സംരക്ഷണം അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. മുഖം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഈ റോസ് വാട്ടർ സ്പ്രേ ചെയ്യാം. കോസ്മെറ്റിക്, നമുക്ക് മേക്കപ്പിനൊക്കെ പകരമായിട്ടും അത് ഉപയോഗിക്കാം. സ്കിന്നിന് റോസ് വാട്ടർ നല്ലതാണ്. പക്ഷെ ആ സ്പ്രേ എടുത്തിട്ട് നമ്മുടെ കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് ആ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് മുഖം കഴുകിയാലും നല്ലതാണ്. നല്ല വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയ ദളങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നതെങ്കിൽ നമുക്കത് കുടിക്കുന്നത് നല്ലതാ, പിത്തശാമകമാണ്. നന്ദ്യാർവട്ടത്തിന്റെ പൂവൊക്കെ അതേപോലെ ഇട്ട് വെക്കാവുന്നതാ. ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് കണ്ണ് കഴുകാൻ എടുക്കാവുന്നതാണ്. ഉണങ്ങിയ റോസ് മതിയോ ഡോക്ടർ?
എന്തോ വീട്ടിലുള്ള റോസ് പൂ ഉണക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഉണക്കി വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് അന്നന്ന് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഉണക്കി വെച്ചിട്ട് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അതിന്റെ എഫക്റ്റ് എപ്പോഴും കൂടുതലല്ലേ. വെള്ളം കുടിക്കാനൊക്കെ ആണെങ്കിൽ അതാ എപ്പോഴും നല്ലത്. റോസ ഉണ്ടെങ്കിൽ ഏത് റോസ ആണെങ്കിലും പനിനീർ തന്നെ ആവണം, പനിനീറാണെങ്കിൽ നല്ലത്. വേറെ ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഇന്നിപ്പോ അത് കൊഴിയും തോന്നുവാണെങ്കിൽ അത് കുറഞ്ഞ പക്ഷം നമ്മുടെ ദാഹശമനി വെള്ളത്തിലെങ്കിലും കൊണ്ടില്ല. പ്രത്യേകിച്ച് അതിനെ കൊണ്ട് അരുചിയൊന്നും വരാനൊന്നും ഇല്ലല്ലോ, കുറച്ച് ഗുണമാവുകയും ചെയ്തോളും. ഇല്ലെങ്കിൽ ഇതേപോലെ അടച്ചു വെച്ചിട്ട് വെള്ളത്തിലിട്ട് അടച്ചു വെക്കുക, രാവിലെ എടുത്തിട്ട് മുഖം നല്ലതാണെന്ന് ഡോക്ടർ. ശംഖുപുഷ്പം ശംഖുപുഷ്പം ശംഖുപുഷ്പവും ഇതേപോലെ വെള്ളത്തിലിട്ട് കഴുകണത് നല്ലതാന്നോണല്ലേ കണ്ണിന്? ശംഖുപുഷ്പം അങ്ങനെ കഴുകിയത് കൊണ്ട് ഗുണം ഗുണം ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴില്ല അതിന്റെ മാക്സിമം ഗുണം കിട്ടത്തക്ക രീതിയിൽ ഉപയോഗിക്കണമല്ലേ നല്ലത്. അപ്പൊ ശംഖുപുഷ്പം ഒന്നാമത് വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേരാണ് അതിന്റെ ഏറ്റവും ഗുണം എന്ന് നമ്മൾ പറയപ്പെടുന്ന വസ്തു. ഈ നീലപ്പൂ അല്ല. പക്ഷെ നീലപ്പൂവിനും കുറച്ച് ഗുണമുണ്ട്. ഗുണമില്ല എന്നല്ല, വെള്ള ശംഖുപുഷ്പത്തിന്റെ വേരാണ് നമ്മൾ ഒറിജിനലി മേദ്യം എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ശംഖുപുഷ്പം. പിന്നെ അതിന്റെ നീലയും വെളുത്ത പൂവ് നമ്മൾ ഉപയോഗിക്കണല്ലോ. വെളുത്ത പൂവ് പ്രത്യേകിച്ച് കളർ വരാനായിട്ടായിരിക്കും. അത് കിട്ടുവാണെങ്കിൽ അതും ഇതേപോലെയൊക്കെ തിളപ്പിച്ച് കുടിച്ചാൽ ഒരുപാട് നല്ലതാ. നീല വെറുതെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് നമ്മൾ മുഖം കഴുകാൻ, കണ്ണ് കഴുകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്തിരിയും കൂടെ നല്ലത് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമുക്ക് ഒരുപാട് പൂമുറ്റത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലേ നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് കിടക്കാം അല്ലെ? ചൂടല്ലേ, ഒന്ന് തണുക്കാം. മാം, നമ്മള് മുതിര ഒന്നും ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റില്ല പറയില്ലേ? അതേമാതിരി എന്തെങ്കിലും ഉണ്ടോ? ഈ മുതിര, അങ്ങനെ പയറുവർഗത്തിൽ ഈ മുതിര മനസ്സിലായില്ല. മുതിര കഴിക്കുന്നതാ. പയറുവർഗ്ഗങ്ങളിൽ ഏറ്റവും ഗുണം കുറഞ്ഞതായിട്ടാണ് മുതിരേനെ പറയുക. ഏറ്റവും ഗുണം കൂടിയത് ചെറുപയറാണ്. 7 കൂട്ടം പയറുവർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. അതില് ഏറ്റവും ഗുണമുള്ളത് ചെറുപയറാണ്. അപ്പൊ നമ്മൾ ചെറുപയർ ഏത് രീതിയിൽ എന്നും കഴിച്ചാലും എത്ര കഴിച്ചാലും നമുക്ക് ദോഷമില്ല. അപ്പൊ പല ആളുകളും പറയില്ലേ, നമുക്ക് ഇപ്പൊ നമ്മൾ നോൺ വെജ് കഴിക്കുന്നില്ല, മുട്ട കഴിക്കുന്നില്ല, പ്രോട്ടീൻ ഇല്ല, അല്ലെങ്കിൽ ചിക്കൻ ചെല്ലുന്നില്ല, അപ്പൊ ഇതിനൊക്കെ പകരം അപ്പൊ വേറെ എന്ത് കൊടുത്താൽ ആ പിള്ളേർക്ക് ആരോഗ്യം വരണേന്നുള്ളതിനൊക്കെ എല്ലാത്തിനും പകരം വരുന്ന ഒരു വസ്തുവാണ് ഈ ചെറുപയർ. ചെറുപയർ കൊടുത്താൽ മതി, അത്രയും. പിന്നെ വേറെ ഒന്നും നമ്മൾ കൊടുക്കണമെന്നില്ല, അത്രയും ഗുണമുള്ളതാണ്. ഈ വർഗത്തിൽ ഏറ്റവും ഗുണം കുറഞ്ഞതായിട്ട് പറയുന്നതാണ് മുതിര. അപ്പൊ മുതിര നമുക്ക് അധികം ആവശ്യമില്ല. അത് കുറച്ചൊരു അമ്ലപിത്ത അല്ലെങ്കിൽ ഒരു അസിഡിറ്റി ഉണ്ടാക്കും, കുറച്ചൊരു അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഈ പീരിയഡ്സിന് സ്ത്രീകളുടെ ആരോഗ്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് ആകാത്തവർക്ക് വേണമെങ്കിൽ മുതിര ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ്. മുതിര കഷായം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് കഴിച്ചിട്ടോ അതൊന്ന് കറക്റ്റ് ആക്കി എടുക്കുന്നത് നല്ലതാണ്. ഡോക്ടറെ, ഈ അവക്കാഡോയും ചൂടാണ് ശരീരത്തിന്? എങ്ങനെ? അവക്കാഡോ ഫ്രൂട്ട് ശരീരത്തിന് ചൂടാണോ? ഒരു ഫ്രൂട്ട്സും ശരീരത്തിന് ചൂടാവില്ല, മനസ്സിലായോ? അതിന്റെ ഗുണം പല ഫ്രൂട്ട്സിലും ചൂട് ഗുണമുള്ള ഫ്രൂട്ട് ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സിന് ഒരു കൃത്യം എന്ന് പറഞ്ഞിട്ടൊരു ഗുണമുണ്ട്. അത് പലതിലും അതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അത് എത്രത്തോളം അതിന്റെ പ്രഭാവം എന്നുള്ളത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷെ അതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കാനുള്ള ഒരു ഗുണമുണ്ട് ഈ ഫ്രൂട്ട്സിന്. അത് സ്വതസിദ്ധമായ സ്വാദാണല്ലോ. നമ്മളൊരു പഞ്ചസാര, ഏലക്കയും കറുകപ്പട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വാദല്ലല്ലോ. ഏത് ഫ്രൂട്ട് ആണെങ്കിലും അതൊരു ഫലമല്ലേ. ഫലം എന്ന് പറഞ്ഞാൽ എന്താ?
ആ വൃക്ഷത്തിന്റെ തന്നെ ഒരു സന്തോഷമാണ് ഈ ഫലം എന്ന് പറയുമ്പോൾ. അപ്പൊ അതേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വാദാണ് നമ്മൾ ഈ ഫലങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ഒരിക്കലും അതിന് ചൂടെന്ന് പറയുന്ന ഗുണം ഉണ്ടെങ്കിലും അത് പിത്തം അങ്ങനെ അങ്ങ് വർദ്ധിപ്പിക്കുന്നതല്ല. പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ പറയും കേട്ടോ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിമാങ്ങ ഈ പറയുന്ന ഹൃദയത്തിൽ ഏറ്റവും നല്ലതാ. നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിനെ കുറച്ച് സന്തോഷിപ്പിക്കണ രീതിയിൽ ഇത്തിരി ആൾ ഡള്ളാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിമാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറുന്നതാണ്. രണ്ടാമത്തേതാണ് നമ്മുടെ മാതള നാരങ്ങ. ഈ ഗുണം മറ്റു ഫ്രൂട്ട്സിലും ഉണ്ട്, പക്ഷെ ഇത്രത്തോളം പ്രാധാന്യം അതിനില്ല എന്ന് മാത്രം. അതിന്റെ മറ്റു ഗുണങ്ങൾ ഇപ്പൊ കണ്ണിമാങ്ങ തന്നെ പച്ചമാങ്ങ ആയി കഴിയുമ്പോൾ, വലിയ മാങ്ങ ആയി കഴിയുമ്പോൾ അതിന് ആ ഹൃദ്യം എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതിന് ഉണ്ടെങ്കിലും അതിനെ കുറച്ചുകൂടെ ഓവർകം ചെയ്യുന്നത് അതിന്റെ പുളിപ്പായിരിക്കും. അപ്പൊ പിത്തത്തെ കുറച്ച് കൂട്ടുന്നതായിട്ട് അത് മാറും. ഇനി അത് കുറച്ചുകൂടെ കഴിഞ്ഞ് പക്വമായി കഴിയുമ്പോഴോ പഴുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഹൃദ്യം അപ്പോഴും ഉണ്ട് അല്ലെ? നമുക്ക് നല്ല ഹൃദ്യമല്ലേ, നല്ല മാമ്പഴം കഴിച്ചാൽ നല്ല രസമല്ലേ? ആ സ്വാദ് ഒരു സന്തോഷം തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് ചിലപ്പോൾ ഷുഗർ കൂടിയേക്കാം, അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാക്കിയേക്കാം. അത് ആ ടൈപ്പ് അനുസരിച്ചിട്ടും അതിന്റെ പക്വത അനുസരിച്ചിട്ടും മാറിക്കൊണ്ടിരിക്കുമല്ലോ. സംശയം മാറി എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ, ഈ ചൂടും ഒന്ന് ശരീരവും മനസ്സും ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ചു വെക്കാം. ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. കണ്ണുകൾ അടച്ചു വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ. പുറത്ത് വിടൂ. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിടൂ. ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കാം. അവയെല്ലാം സ്വീകരിക്കാം. നാം ഇപ്പോൾ പ്രകൃതിയുമായി രമ്യതയിലാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ. പുറത്ത് വിടൂ. Rupees 200
60 received on PhonePe. നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധ കൊണ്ടുവരൂ. നമ്മളുടെ ശരീരം അമൂല്യമായ ഒരു ഉപഹാരമാണ്. നമ്മളുടെ ശരീരത്തിൽ ശ്രദ്ധിക്കൂ. പാദങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരൂ. കാലുകൾ, ജനനേന്ദ്രിയം, അടിവയറ്, മേൽവയറ്, നെഞ്ച്, കൈകൾ, മുഖം, തല, പൂർണ്ണ ശരീരത്തിൽ ശ്രദ്ധ കൊണ്ടുവരൂ. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ. പുറത്ത് വിടൂ. ചിന്തകൾ ശ്രദ്ധിക്കൂ.
നല്ല ചിന്തകളോ മോശമായ ചിന്തകളോ അകറ്റെ. ചിന്തകൾ വരട്ടെ, ഒരു ചിന്തകളും തടുക്കേണ്ടതില്ല. ₹80 received on PhonePe. ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കൂ. പുറത്ത് വിടൂ. ഭാവങ്ങൾ വരട്ടെ, സുഖകര ഭാവങ്ങൾ അസുഖകര ഭാവങ്ങൾ വരട്ടെ, തടുക്കേണ്ടതില്ല. എല്ലാം സ്വീകരിക്കൂ. നമ്മുടെ സ്വരൂപം ആനന്ദമാണ്. നമ്മൾ ശാന്തി സ്വരൂപമാണ്.
പാവങ്ങൾ ശ്രദ്ധിക്കൂ. ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ.
असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्युर्मा अमृतं गमय। शांति शांति शांति। ദീർഘ ശ്വാസം അകത്തേക്ക് എടുക്കൂ. ശ്വാസം പുറത്ത് വിടൂ. വീണ്ടും ഒരു ദീർഘ ശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിടൂ. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം.